മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 2/11/1984 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. അവിട്ടമാണ് നക്ഷത്രം, അവിട്ടം 4-ാം പാദം, ധനു ലഗ്നം, ലഗ്നത്തിൽ വ്യാഴം കുജൻ, 2 ശൂന്യം, 3-ൽ ചന്ദ്രൻ, 4, 5 ഭാവങ്ങൾ ശൂന്യം, 6-ൽ രാഹു, 7, 8, 9, 10 ഭാവങ്ങൾ ശൂന്യം, 11-ൽ സൂര്യൻ, ശനി, 12-ൽ ബുധൻ, ശുക്രൻ, ഗുളികൻ, കേതു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് ലഗ്നത്തിൽ വ്യാഴം, ധനു ലഗ്നം, ലഗ്നത്തിൽ വ്യാഴം, ഹംസമഹായോഗം, ലഗ്നത്തിൽ തന്നെ കുജനും നിൽക്കുന്നു. ഈ 2 ഗ്രഹങ്ങളും ഒരേ സമയം 7-ലേക്ക് വിവാഹസ്ഥാനത്തേക്ക് ദൃഷ്ടിയും ചെയ്യുന്നു. പക്ഷേ 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നഷ്ടസ്ഥാനത്ത്, പ്രത്യേകിച്ചും ശുക്രനോടൊത്ത്, ഗുളികനോടൊത്ത്, കേതുവിനോടൊത്ത് രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7-ാം ദൃഷ്ടിയിൽ നിൽക്കുന്നു. നല്ലതല്ല, അല്ലെങ്കിൽ ഒട്ടും തന്നെ നല്ലതല്ല. ഒന്നിലധികം റിലേഷൻസ്, അതല്ല എങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ്, വിവാഹേതര ബന്ധങ്ങൾ ഉള്ള ഒരു വ്യക്തിയുടെ ഗ്രഹനില കൂടിയാണിത് എന്ന് പറയേണ്ടി വരും. അതങ്ങനെ തന്നെയാണ്. ഇവിടെ ഇദ്ദേഹം ഓൾറെഡി ഡിവോഴ്സ്ഡ് ആണ്. എന്നാൽ നിരവധി ആളുകളുമായി റിലേഷൻസ് ഉണ്ട്. പക്ഷേ അതൊന്നും തന്നെ നിലനിൽക്കുന്നില്ല. അതിന് ഇദ്ദേഹത്തിൻ്റെ ചിന്താരീതി, ജീവിതശൈലി എല്ലാം തന്നെ ഒരു കാരണവുമാണ്. അതിവിടെ സംഭവിക്കുന്നത് പ്രത്യേകിച്ചും കൃത്യമായി ചേരുന്ന നാൾ പ്രകാരം, പൊരുത്തപ്രകാരം, ഗ്രഹനില പ്രകാരം കൃത്യമായി ചേരുന്ന ഒരാളെയാണ് ആദ്യ വിവാഹം എന്ന മട്ടിൽ കഴിച്ചിരുന്നത് എങ്കിൽ ഒരു പക്ഷേ അത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പോയേനെ. കാരണം അതിനൊരു സാധ്യത അവിടെ ഉണ്ട്. വ്യാഴം ഹംസയോഗം കൊടുത്തുകൊണ്ട് 7-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. പക്ഷേ ഹംസയോഗം കൊടുക്കുന്ന വ്യാഴം എന്ന് പറയുമ്പോഴും നീചനായി നിൽക്കുന്ന സൂര്യൻ, ഉച്ചനായി നിൽക്കുന്ന ശനി, സൂര്യൻ ഒരു ഡെഡ്ലി കോമ്പിനേഷൻ തന്നെയാണ്. വളരെ സൂക്ഷിച്ചു വേണം ശനി സൂര്യൻ കണക്ഷനെ. അത് ഒരുമിച്ച് നിന്നാലും ദൃഷ്ടിയിൽ വന്നാലും ഇവിടെ അത് ഒരുമിച്ച് തന്നെ നിൽക്കുന്നു. പ്രസ്തുത ശനി 3, 7, 10 ഈ 3 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അത് പ്രകാരം തൻ്റെ 3-ാമത്തെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് തന്നെയാണ്. അവിടെ കുജനുണ്ട്. അതുപോലെ തന്നെ കേതുവിനോടൊത്ത് രാഹുവിൻ്റെ 7-ാം ദൃഷ്ടി ഏറ്റുവാങ്ങിയ ഗുളികൻ്റെ 2-ാമത്തെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ ഈ 2 പ്രബല നെഗറ്റീവ്സിൻ്റെ പിടുത്തം ഒഴിവാക്കിയിട്ട് വേണം, അല്ലെങ്കിൽ അതിനെ വകഞ്ഞു മാറ്റി വേണം വ്യാഴം ഇവിടെ വർക്കായി 7-ലേക്ക് തൻ്റെ പ്രഭ നൽകാനായിട്ട്, അതല്ലെങ്കിൽ തൻ്റെ പോസിറ്റീവ്സ് നൽകാനായിട്ട്. ഒരു പക്ഷേ അതിന് സാധിക്കാത്ത പക്ഷം വ്യാഴം അവിടെ കൃത്യമായി കണ്ണടച്ചാൽ 7-ാം ഭാവവുമായി ബന്ധപ്പെട്ട് ഈ വ്യക്തിയുടെ ജീവിതം സ്വാഹ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അതങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. പ്രത്യേകിച്ചും 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നഷ്ടസ്ഥാനത്ത്, എന്ന് വെച്ചാൽ ലഭിക്കുന്നയാളിനെ നഷ്ടപ്പെടണം എന്ന രീതിയിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ അറുത്തുമാറ്റുന്ന സ്വഭാവമുള്ള ഗുളികൻ അതിനോടൊത്ത് നിൽക്കുകയും ചെയ്യുന്നു. അതിൽ തന്നെ 7-ാം ഭാവാധിപൻ ബുധനായിട്ട് വരികയും, ശൃംഗാരകാരകനാണ് ബുധൻ, അതിനോടൊത്ത് റിലേഷൻഷിപ്സിൻ്റെയൊക്കെ കാരകഗ്രഹം ശുക്രൻ നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ മേൽപ്പറഞ്ഞ രസങ്ങളുമായി ബന്ധപ്പെട്ട് കണക്ഷൻസ്, ഇല്ലീഗലായിട്ടുള്ള കണക്ഷൻസ് വരികയും ആ കണക്ഷൻസ് നിലനിൽക്കുകയും അത് ഒന്നിലെ പുറകെ ഒന്ന് എന്ന മട്ടിൽ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലായിരിക്കുമെന്ന് തിരിച്ചറിയുക. ഈ വ്യക്തിയുടെ ജീവിതം അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ്സ് തീർച്ചയായിട്ടുമുണ്ട്. അതുപോലെ തന്നെയാണ് ലഗ്നാൽ 5 മനസ്സിൻ്റെ സ്ഥാനം, സന്താന സ്ഥാനം, കുജൻ ലഗ്നത്തിൽ ശനിയുടെ ദൃഷ്ടിയിൽ, ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു. ആര് പറഞ്ഞാലും ഈ വ്യക്തി അനുസരിക്കുകയില്ല. കൂസലില്ലാത്ത സ്വഭാവം, ഇതും ഒരു പ്രത്യേകതയാണ്. ഈ 5-ാം ഭാവമൊക്കെ
കുജലഗ്നമായിട്ട് കുജക്ഷേത്രമായിട്ട് വരികയോ, അതായത് വൃശ്ചികമോ അതല്ല എങ്കിൽ മേടമോ ഒക്കെ ആയിട്ട് 5-ാം ഭാവം വരുന്ന ആളുകളെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യം ഇവർ ആര് പറഞ്ഞാലും അധികം കേൾക്കാനുള്ള സാഹചര്യം കുറവാണ്. അവർ പറയുന്ന വാദഗതികളിൽ ഉറച്ചു നിൽക്കുകയും അതിനുവേണ്ടി പദ്ധതികളോടുകൂടി പ്രവർത്തിക്കുകയും വാദിച്ച് ഇരുത്തുകയും ഒക്കെ, മറ്റുള്ള ആളുകളെ വാദിച്ച് ഇരുത്തുകയും ഒക്കെ ചെയ്യുന്ന ശീലം കുജ ലഗ്നങ്ങളിലോ 5-ാം ഭാവം കുജനായി വരുന്ന ആളുകളിലോ നിരവധിയായി കാണുന്നുണ്ട്. അതിൽപ്പെട്ട ഒരുപാട് പേര് വിളിക്കുന്നുമുണ്ട്. അവർ തന്നെ ഇങ്ങോട്ട് പറയാറുണ്ട്, സാർ എനിക്ക് അല്പം അഹങ്കാരം കൂടുതലാണ് എന്ന്. അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഗ്രഹനില പരിശോധിക്കുമ്പോഴാണ് 5-ാം ഭാവാധിപനായിട്ടുള്ള കുജനൊക്കെ ഇതേപോലെ ലഗ്നത്തിൽ ശനിയുടെയൊക്കെ ദൃഷ്ടിയിൽ, എങ്ങനെയുള്ള ശനി, നീചനായ സൂര്യനോടൊത്ത് നിൽക്കുന്ന ശനി, അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വന്നു. അപ്പോൾ ലഗ്നത്തിലേക്ക്, പ്രത്യേകിച്ചും കുജനിലേക്ക് സൂര്യൻ്റെ, ഇൻഡയറക്റ്റായിട്ട് സൂര്യൻ്റെയും ഡയറക്റ്റായി ശനിയുടെയും ഡയറക്റ്റായി ഗുളികൻ്റെയും ദൃഷ്ടി വന്നു, സാന്നിധ്യം വന്നു. അപ്പോൾ ഈ വ്യക്തിക്ക് ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചിന്താഗതികൾ, ഉറച്ച മൈൻഡ് സെറ്റ് ഇല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും. ഇതിനെല്ലാം വകഞ്ഞു മാറ്റി വേണം വ്യാഴം ഇവിടെ കൃത്യമായി വർക്കായി 5-ൻ്റെയും 7-ൻ്റെയും 9-ൻ്റെയും പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് ഈ വ്യക്തിക്ക് പ്രദാനം ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് സമയമെടുക്കും. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന തിടുക്കം കൂട്ടുകയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് ലാഗ് നമ്മളായി തന്നെ വരുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ഗുണഫലങ്ങൾക്കും ലാഗ്, ഡിലേ, താമസം, തർക്കം, തടസ്സം വരുമെന്ന് തിരിച്ചറിയുക. ആദ്യം വ്യക്തി നന്നാവാൻ ശ്രമിക്കുക. ശേഷം അനുഭവങ്ങളെ നന്നാക്കാൻ ശ്രമിക്കുക. ഇത് രണ്ടുമാണ് ഏതൊരു വ്യക്തിയുടെയും പ്രധാന വിജയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇത് തിരിച്ചറിയാൻ പല ആളുകൾക്കും സാധിക്കാറില്ല, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടും അതനുസരിക്കാൻ പല ആളുകളും മെനക്കെടാറില്ല, അല്ലെങ്കിൽ താല്പര്യമില്ല. ഇവിടെയും സമാനം തന്നെയാണ്. പ്രത്യേകിച്ചും 5-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം സന്താന സ്ഥാനമാണ്, മനസ്സിൻ്റെ സ്ഥാനമാണ്. രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ദൃഷ്ടി 12 വരുന്നുണ്ട്. ശനിയുടെ 3, 6, 7 സ്വാഭാവികമായിട്ടുള്ള ദൃഷ്ടി, 7-ാം ദൃഷ്ടി 5 വരുന്നു. അതുപോലെ തന്നെ സൂര്യനോടൊത്ത് നിൽക്കുന്ന ശനി എന്ന് പറയുമ്പോൾ നീചനായ സൂര്യനെ പ്രത്യേകം സൂക്ഷിക്കണം. എടുത്തു പറയുന്നത് ആരുടെ ഗ്രഹനിലയിൽ ഏത് പൊസിഷനിൽ നിന്നാൽ തന്നെയും നീചനായ സൂര്യൻ, അത് ഇവിടെ 11-ാം ഭാവവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. 11-ലാണ് നിൽക്കുന്നത്. ചില ആളുകൾക്ക് അത് ലഗ്നത്തിൽ തന്നെ, ലഗ്നാൽ 11-ൽ നിൽക്കുന്നു. ചില ആളുകൾക്കത് 10-ആയിട്ടായിരിക്കാം വരിക, തൊഴിൽ സ്ഥാനത്തൊക്കെ വരും. എന്ന് വെച്ചാൽ 10-ൽ നീചനായിട്ടൊക്കെ സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ, എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തിന് ഇതുപോലുള്ളതാണ്. 10-ാം ഭാവാധിപനായിട്ട് ശനി വരികയും അത് സൂര്യനോടൊത്ത് ഇതേ രീതിയിൽ ഉച്ചനായ ശനി നീചനായ സൂര്യനോടൊത്ത് നിൽക്കുന്നു. വളരെ ബുദ്ധിമുട്ടാണ്. മാത്രവുമല്ല അവിടേക്ക് ഗുളികൻ്റെ 12-ാമത്തെ ദൃഷ്ടിയുമുണ്ട്. എരുതിയിൽ എണ്ണയ്ക്ക് പകരം മണ്ണെണ്ണ ഒഴിക്കുന്ന ഒരവസ്ഥ ഇത്തരം ആളുകൾക്ക് പ്രത്യേകിച്ചുണ്ടാകും. അത് ലഗ്നാൽ 10-ാം ഭാവമായിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ലാഭസ്ഥാനത്താണ്. അപ്പോൾ ഇദ്ദേഹത്തിനുണ്ടാകുന്ന നേട്ടങ്ങൾ, അല്ലെങ്കിൽ ലാഭം, പ്രോഫിറ്റ് എന്ന് പറയുന്ന വാക്കിനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഹാനിക്കുന്ന, ബുദ്ധിമുട്ടിക്കുന്ന, ഇറിറ്റേറ്റ് ചെയ്യുന്ന അനുഭവങ്ങൾ ഈ 2 ഗ്രഹങ്ങളും, പൊതുവേ ഗുളികനും പ്രത്യേകിച്ച് രാഹുവും സൃഷ്ടിച്ചു വയ്ക്കാമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെയാണ് സന്താനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കും പൂർണ്ണ തൃപ്തികരമായിരിക്കണമെന്നില്ല ഈ ഗ്രഹനില. അതും അങ്ങനെ തന്നെയാണ്. സന്താന കാര്യങ്ങളിൽ ശ്രദ്ധ കുറവ്, അതല്ലെങ്കിൽ ഇറിറ്റേഷൻസ്, ബുദ്ധിമുട്ടുകൾ, അതിന് കാരണം ഈ വ്യക്തി തന്നെയാണ്. ഈ വ്യക്തിയുടെ അടങ്ങിയിരിക്കാത്ത മനസ്സ്, ചിന്തകൾ, ഇതെല്ലാം തന്നെയാണ്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന തരത്തിലുള്ള ഒരു ഗ്രഹനില തന്നെയാണത്. പല കാര്യങ്ങൾക്കും സ്വന്തം ചിന്താഗതികൾ, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, വിവാഹം അല്ലെങ്കിൽ റിലേഷൻസ് പോലെയുള്ള കാര്യങ്ങൾ, ചെലവുകൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ലാഭസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ, തൊഴിൽ സ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ, മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ, നേരത്തെ പറഞ്ഞു സന്താന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു ഗ്രഹസ്ഥിതി തന്നെയാണ് ഇതെന്ന് തിരിച്ചറിയുക. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ കുജദശയിലായിരുന്നു ജനനം. 85 വരെ കുജൻ, ശേഷം രാഹു 2003 വരെ, ശേഷം ഗുരു 2019 വരെ, ശേഷം ശനി 2038 വരെ. നിലവിലെ ദശയും ശനി തന്നെയാണ്. ശേഷം ബുധൻ 2055 വരെ, ശേഷം കേതു 2062 വരെ, ശേഷം ശുക്രൻ, സൂര്യൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ശനിയിൽ കേതു. 19/4/2025 തൊട്ട് 29/5/2026 വരെ ശനിദശയിൽ കേതു. എങ്ങനെയുള്ള ശനി?
ഗുളികൻ്റെ ദൃഷ്ടിയിൽ, രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നീചനായ സൂര്യനോടൊത്ത് ഉച്ചനായി നിൽക്കുന്ന ശനി സൂക്ഷിക്കണം, വളരെ വളരെ സൂക്ഷിക്കണം. കഴിഞ്ഞ കാലങ്ങളെ അതിജീവിച്ച പോലെ എളുപ്പത്തിൽ അതിജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇവിടെ ശനി നൽകുക. അതിൽ തന്നെ കേതു. എങ്ങനെയുള്ള കേതു? ഗുളികനോടൊത്ത് 12-ൽ രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7-ാം ദൃഷ്ടിയിൽ നിൽക്കുന്ന കേതു. അങ്ങേയറ്റം ശ്രദ്ധിക്കുക. എടുക്കുന്ന തീരുമാനങ്ങൾ, ചിന്തകൾ, പ്രവൃത്തികൾ തെറ്റാം. അബദ്ധങ്ങൾ പണയാൻ വളരെയധികം സാധ്യത. ശരിയെന്ന് തീരുമാനിച്ചെടുക്കുന്ന ഏതൊരു തീരുമാനവും 99.99% തെറ്റാൻ സാധ്യത വളരെ കൂടുതലാണ്. വളരെയധികം ശ്രദ്ധിക്കുക. രാഹുവിൻ്റെ ദൃഷ്ടി ഉള്ള കേതു എന്ന് പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ കേതുവിൻ്റെ അപഹാരം വരുന്ന സമയത്ത് അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ്, കേതു എവിടെ നിൽക്കുന്നുവോ അവിടേക്ക് ഏതൊരു ഗ്രഹനിലയിലും രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7-ാം ദൃഷ്ടി ഉണ്ടാവും. അപ്പോൾ ആ നിൽക്കുന്നതിൻ്റെ നെഗറ്റീവും അതിനൊപ്പം നിൽക്കുന്നതിൻ്റെ നെഗറ്റീവും ഇവിടെ ഗുളികനാണ്. അതുപോലെ തന്നെ രാഹുവിൻ്റെ നെഗറ്റീവും. മറ്റേ ടൈം ഈ വ്യക്തി 3 നെഗറ്റീവ്സിനെ ഒരേപോലെ സഹിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ചുമക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ, കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ, പ്ലാനിങ്, പദ്ധതികൾ, ജാഗ്രത, ശ്രദ്ധയൊക്കെ കൊണ്ടുവേണം ജീവിതത്തെ ഈ ഒരു സമയത്തൊക്കെ കാണാനായിട്ട്. അതല്ല എങ്കിൽ ഇത്തരം ഗ്രഹനിലകളൊക്കെ വെച്ച് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അടപടലേ പൊളിയും. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.